പ്രായമായി കുഞ്ഞു പറയൂ പ്രാണസഖി പറയാൻ മറന്നതല്ല. ഗൈസ് കുറേ നേരം എന്താണ് എടുത്തോണ്ടിരിക്കുന്നത് നോക്കട്ടെ. ഹലോ എന്തോരെടുത്ത് അടിപൊളി. This is my costume and this is Devu's costume. ഇതെങ്ങനെ രസമില്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് പോകുമ്പോ വൃന്ദ വണ്ടിയുടെ മേളിൽ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. ഹായ് എല്ലാവരുടെയും വൃത്തികെട്ട കോലം. ഗായ്സ്, അപ്പൊ നമ്മൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിട്ട് എവിടെ വന്നിട്ടാ ഉള്ളത്? ബാംഗ്ലൂർ. പക്ഷെ ബാംഗ്ലൂർ എത്തിയിട്ടില്ല. നമ്മൾ ധർമ്മപുരിയൊക്കെ ആയി തോന്നുന്നു. ഇനി 2 മണിക്കൂറും കൂടി ഉണ്ട്. 2.5 മണിക്കൂറും കൂടി ഉണ്ട്. ഇത്രയും സുഖമായിട്ട് ഈ ട്രിപ്പിനകത്ത് കിടന്ന് ഉറങ്ങിയ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എല്ലാരും ഓഫ്, ആരും ഒന്നും മിണ്ടുന്നില്ല. നമുക്ക് ഒരു ചായ കുടിക്കാം. ഗൈസ്, നമ്മൾ എന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. സോ വി ആർ ആക്ച്വലി പ്ലാനിങ് ന്യൂ ഇയർ എന്ത് ചെയ്യണം എന്ന്. പ്ലാനിങ് ഇസ് ഗോയിങ് ഓൺ. ഗൈസ്, അങ്ങനെ ഇന്നലെ തുടങ്ങിയ യാത്ര നമ്മൾ ഇന്ന് ഫിനിഷ് ചെയ്യണം. നമ്മൾ ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ്. ബാംഗ്ലൂർ നമ്മൾ ഫസ്റ്റ് വന്നാൽ ചെയ്യുന്ന കാര്യം എന്താണ്? ഷോപ്പിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ വെങ്കടേശ്വരയിൽ വന്നിരിക്കുകയാണ്, HSRലുള്ള. ഇവിടെ വല്ലപ്പോഴേ നല്ല ഡ്രസ്സ് ഉണ്ടാവുള്ളൂ, ചില സമയത്ത് ഡ്രസ്സേ ഉണ്ടാവത്തില്ല. പക്ഷെ ഇത്തവണ കുറച്ച് കളക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ 2 പീസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇന്ന് വൈകിട്ടിടുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. റൂമിൽ വന്നു. ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗേൾസ് റെഡിയാകുന്ന ഒരു അവസ്ഥയാണ്. അതാ ദേവു റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഞാൻ റെഡി ആവണം. ഞാനൊരു കാര്യം ചെയ്തിട്ടില്ല. അപ്പം ഞാൻ റെഡി ആയിട്ട് ഇന്നത്തെ ഞാൻ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം ഗൈസ്. സോ ദിസ് ഈസ് മൈ കോസ്റ്റ്യൂം ആൻഡ് ദിസ് ഈസ് ദേവുസ് കോസ്റ്റ്യൂം. ഇതാണ് നമ്മൾ ഇപ്പം എടുത്തുള്ളൂ അല്ലേ? ഇപ്പം വാങ്ങിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ ന്യൂ ഇയർ പാർട്ടിക്ക് പോവാണ് ഗൈസ്. ബൈ ദ വേ, ചെക്കന്മാർ എവിടെയാണെന്നും കൂടെ അറിയാൻ പോകും. അത് റെഡിയാവുന്നേ ഉള്ളൂ. ജെബി റെഡിയായി, രാമു റെഡി ആയിട്ടില്ല. അപ്പോൾ അവരോട് വന്നിട്ട് നമുക്ക് വേഗം ഇറങ്ങാം ഗൈസ്. അപ്പോൾ നമ്മളിതാ റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ എവിടെയാണ് പോകുന്നത്? നോവാലാൻഡിന്റെ പരിപാടി. കൺവെൻഷൻ സെന്റർ. എവിടെ? മാൻഫോ കൺവെൻഷൻ സെന്റർ. സമയം 7:12. നമ്മൾ കൃത്യം അവിടെ 8:30 ആകുമ്പോൾ എത്തും. അവര് നമ്മുടെ എത്താൻ പറഞ്ഞത് 5 മണിക്കായിരുന്നു. ജസ്റ്റ് ഒരു 3 മണിക്കൂർ വ്യത്യാസം. The next day. Guys, അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. മൈക്ക് അവിടെ. നമ്മൾ മേഘ്ന ബിരിയാണി കഴിക്കാൻ കൊണ്ടുവന്നിട്ടാണോ ഉള്ളത് ഗായ്സ്? നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ജബി എന്താണ്, തിരക്കിലാണോ? എന്ത് തിരക്കുന്നോ? അപ്പൊ ഗായ്സ്, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അഭിപ്രായം നമ്മളോട് അറിയിക്കാതെ. ആദ്യമായിട്ട് ഞാൻ കഴിക്കാൻ പോകുന്നത് ഇതാ മറ്റു രസമില്ലെങ്കിൽ അല്ല, ഇതെങ്ങനെ രസമില്ലെങ്കിൽ തിരിച്ചങ്ങോട്ട് പോകുമ്പോ വൃന്ദ വണ്ടിയുടെ മേളിൽ. ഇത് കണ്ടോന്ന് ഇഷ്ടപ്പെടും. നമ്മുടെ ഫുഡ് വന്നു. ഫുഡ് നല്ലതായതുകൊണ്ട് വൃന്ദ രക്ഷപ്പെട്ടു. ഓ ഭാഗ്യം. ജെബി ചേട്ടോ, ഫുഡ് എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കഴിക്കട്ടെ. A few moments later. അങ്ങനെ നമ്മൾ എപ്പോഴത്തെയും നമ്മുടെ ഫേവറേറ്റ് കടയിലേക്ക് വന്നേക്കാണ്, ജയനഗറില്. ഇവിടെയാണ് കേട്ടോ ഞാൻ എപ്പോഴും ഡ്രസ്സ് വാങ്ങിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഇടക്ക് ഒരു 1.5 ഷോപ്പിംഗ് കഴിഞ്ഞു. എന്തോ ഇപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ബിക്കോസ് നോ ഫോൺ പേ, നോ ഗൂഗിൾ പേ. എടാ കഴുകോ കഴുക. അതെ, ജബി ഇന്നിവിടെ പണിക്ക് നിന്ന് നമ്മുടെ ജ്യൂസിന്റെ പൈസ കൊടുക്കുന്നതാണ് ഗൈസ്. നമ്മൾ കുറേ പർച്ചേസ് ചെയ്തു, പക്ഷെ അത് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, എനിക്ക് സമയം ഉണ്ടായില്ല. പക്ഷെ ഇവക്ക് പിന്നെയും മതിയായില്ല. ഇവളതെ പിന്നെയും ഇവിടെ നിന്ന് ഷോപ്പ് ചെയ്യുക. അതെ, ഈ ചേട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു. നമ്മള് 200 രൂപ ഗൂഗിൾ പേ അയച്ചു കൊടുത്തപ്പോ നമുക്ക് കയ്യിൽ ലിക്വിഡ് ആയിട്ട് തന്നു. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നേനെ ഗൈസ്. ഷോപ്പിംഗ് ആക്ച്വലി നിങ്ങൾ കാണിച്ചു തരുന്നുണ്ടായിരുന്നു, പക്ഷെ
ഞങ്ങൾക്കൊരു സ്പേസ് കിട്ടിയില്ല. കാരണം ഈ ഡ്രസ്സ് കണ്ടിട്ട് ഞങ്ങൾക്ക് ആക്രാന്തമായി പോയി. അതുകൊണ്ട് ആ ആക്രാന്തം കാരണം ഞങ്ങൾ സാധനങ്ങൾ അതെ അവൻ മുങ്ങിക്കളഞ്ഞു. നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ അവരെ കാണാൻ കുറെ പേര് നാട്ടിലാണ്, അതുകൊണ്ടാണ് ഞാൻ പോവാനത്. പക്ഷെ അവൻ പോയി ബാക്കിയുള്ളവരെ കണ്ടിട്ട് വന്നു. ഞാൻ പക്ഷേ ഷോപ്പിംഗ് ചെയ്തു ഗൈസ്. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി റെഡി ആയിട്ട് നേരെ പോയത് ഒരു പബ്ബിലേക്കാണ് കേട്ടോ. അപ്പം നമ്മൾ ഹൗസ് ഓഫ് ഡൊപ്പാം എന്ന് പറഞ്ഞൊരു പബ്ബിലേക്കാണ് പോയത്. ആക്ച്വലി ഇന്നലത്തെ ന്യൂ ഇയർ പാർട്ടിനേക്കാളും അടിപൊളിയായിരുന്നു ഇന്നിവിടെ. ബിക്കോസ് കുറേ മലയാളവും തമിഴ് സോങ്സും ഹിന്ദി സോങ്സും ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ നമ്മൾ അടിച്ച് പൊളിച്ചു ഗൈസ്. ആൻഡ് എത്തിയപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം എണീക്കാനും ലേറ്റായി. എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു ഡാൻസ് റീൽ എടുക്കാമെന്ന്. അപ്പം നമ്മൾ ജെബീനെയും ദേവുനെയും കൊണ്ടിട്ട് ഒരു ഡാൻസ് റീൽ എടുക്കാനുള്ള പുറപ്പാടിലാണ് ഗൈസ്. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. വൻ ചർച്ച. നമ്മളങ്ങനെ റീലൊക്കെ എടുത്ത് 5 മിനിറ്റിന്റെ ഹോട്ട് വീൽസ് നോക്കാന്ന് പറഞ്ഞിട്ട് 55 മിനിറ്റ് രാവിലെ പുറത്തിറങ്ങിയിട്ടില്ല. അതെ, ഹോട്ട് വീൽസ് കളക്ഷൻ അവന്റെ എന്തോരം എടുത്ത് വെച്ചേക്കണെന്ന് പേടിയാവും. എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അതിൽ നിന്ന് 2 സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ പറഞ്ഞു എനിക്ക് അതല്ല വേണ്ടത്, ഞാൻ ഇന്ന മോഡലാണ് നോക്കണതെന്ന് പറഞ്ഞു. ഇറങ്ങി വരുമ്പോ എത്ര ഉണ്ടാവും. പിന്നെ ആ മോഡലിനെ കുറിച്ച് ദേവിന് വലിയ ധാരണയില്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് 2 സെലക്ട് ചെയ്ത് കൊടുത്തത്. അതെ ഗായ്സ്, ഹോട്ട് വീൽസ് നോക്കാൻ അവൻ ഈ ഹോട്ട് വീൽസ് കടയിൽ കയറി ഗായ്സ്. ഞാൻ പാട്ടോടിയാലോ? താരവും മന്ദാരവും കൺമുനകളിൽ അഴകരുതി സല്ലാപമായി സംഗീതമായി നിലവും തന്നരം ആദ്യമായി അല്ലാദ്യമായി കൺമുനകളിൽ നദിയൊഴുകി ഉൾനാമ്പ് പോൽ ഉൾനാമ്പിലും നീരണിയാ വൈരമായി നമ്പരമോ മഴനീകി മൂകമായി ഓരോ നിലവുകളും സ്വാതനമായി തനനനന 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 നെഞ്ചകമേ നെഞ്ചകമേ പുഞ്ചിരിതൻ പർമഴക നമരികെ നമിതിലേ പറയുവാൻ കടല പോൽ സായോജമായുന്നിതാ ഈ ഭൂമി പാടും താരാട്ടിൻ പാട്ടിൻ ഈണമായി ഭാവങ്ങളില്ലാതെ നാം ഭാവാജമായി കുഞ്ഞു കിളിയേ രാവിലെ ഉയരുകയായി ഒന്നു ചേക്കേറാൻ അടിപൊളി 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 ഗായ്സ്. കൊറേ നേരം എന്താണ് എടുത്തോണ്ടിരിക്കുന്നത് നോക്കട്ടെ. ഹലോ, എന്തോരം ഇത്ര എടുത്തുള്ളൂ. അതവിടെ ഇടി നടക്കും കേട്ടോ. ഇത്ര നേരമായി എത്ര എടുത്തോളൂ ഞാൻ. ഗായ്സ്, നിങ്ങൾക്കുണ്ടോ ഇതുപോലെ ഹോട്ട് വീൽസ് പ്രാമ്പുള്ള ഭർത്താവ്, കൂട്ടുകാരൻ, ചേട്ടൻ, അനിയൻ, അച്ഛൻ? കളക്ടബിൾസ് ആണ് ഇതൊക്കെ. കളക്ട് ചെയ്തിട്ട് എന്താണ് പർപ്പസ്? എന്താണ് വാട്ട്സ് ദ പർപ്പസ് ഓഫ് കളക്ടിങ് ദിസ്? അത് ഇടാനാണ്. ഇതെന്താ നീ ഓടിച്ചു നടക്കോ? അല്ല ഗായ്സ്, ഇത് ഓടിച്ചു നടക്കൂലല്ലോ. അവരത് ഇവിടെ വെയിറ്റിങ്. അവിടെ വേരുറച്ച്. എടാ, താഴ്ത്തിന്ന് എണീക്കാൻ പറ്റുന്നുണ്ടാ വേരുറച്ചിട്ട്? ഗായ്സ്, പെട്ടിയൊന്നും വാങ്ങിക്കാൻ നമ്മൾ സമ്മതിച്ചൊന്നുമില്ല. അതെ, കുഞ്ഞു കവറിലേ ഉള്ളൂ. എന്തൊരു പൈസയാണ് ഒരെണ്ണത്തിന്? 1000-1500 രൂപയ്ക്കാണ് ആ കുഞ്ഞു കാറിന്. A few moments later. ഗായ്സ്, അപ്പൊ നമ്മൾ ഇവരെയും കൊണ്ടിട്ട് ഇവിടുത്തെ മുംബൈ 99 വെറൈറ്റി ദോശ കഴിപ്പിക്കാൻ വന്നിട്ടാണുള്ളത്. സീ ഗായ്സ്, എന്തോരം സാധനങ്ങളാ കേട്ടോ. ഇറ്റ്സ് ലൈക്ക് പിസാടി.
സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ വന്നതാ ഇവിടെ നിന്ന് ദോശ കഴിക്കേണ്ടത് ഞങ്ങൾക്കൊരു പതിവാണ്. കാരണം വേറൊന്നുമല്ല, 101 വെറൈറ്റീസ് ഓഫ് ദോശയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് പിസ്സ ദോശയായിരുന്നു. വലുതായിട്ട് ഇന്ന് പലതും കഴിച്ചത് കൊണ്ട് ഒരുപാട് വിശക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പിസ്സ ദോശ മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ ഇവർ ഓൾറെഡി ബിരിയാണിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിസ്സ ദോശ ആസ് യൂഷ്വൽ അടിപൊളി തന്നെയായിരുന്നു. നിങ്ങളും ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ദാ ഇവിടെ ഈ HSR ലേഔട്ടിലുള്ള ഈ ഒരു പിസ്സ ദോശ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. സെറ്റാണ്. ദെൻ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ തിരിച്ചിനി കൊച്ചിയിലേക്ക് പോവുകയാണ്. ബാക്ക് ടു റിയാലിറ്റി. അങ്ങനെ നമ്മുടെ ന്യൂ ഇയർ എൻജോയ്മെന്റ് എല്ലാം ഇവിടെ കഴിയാൻ പോവുകയാണ് ഗൈസ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ.